ഹലോ കൂട്ടുകാരെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ വീഡിയോ ആണ്. നമ്മുടെ PYQ സീരീസിൽ ഡേ 61 മുതൽ 70 വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കൂടി ഒന്നിച്ചുള്ളൊരു വീഡിയോ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നും പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് ചാപ്റ്റേഴ്സും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ 10 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കണം. PYQ സീരീസിൽ ഓരോ ദിവസങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. നിങ്ങളതൊക്കെ അപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ശരിയായിട്ട് മനസ്സിലായിട്ടുണ്ടോ, ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ശരിയായി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇത് പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. 10 ദിവസങ്ങളിലായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നിച്ച് ഓരോ 10 ദിവസം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിൽ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോർഡ് എക്സാം പ്രിപ്പറേഷനുള്ള നല്ലൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങിയാലോ? ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ, അതിനുശേഷം കറക്ഷന് വേണ്ടി നമ്മുടെ വീഡിയോസ് കണ്ടു നോക്കൂ. In a bag containing 24 balls, 4 are blue, 11 are green and the rest are white. One ball is drawn at random. The probability that drawn ball is white in color is, നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാഗിൽ 24 ബോൾസ് ഉണ്ട്. അതിൽ 4 ബോൾസ് ബ്ലൂ ആണ്, 11 ബോൾസ് ഗ്രീൻ ആണ്, റെസ്റ്റ് ആർ വൈറ്റ്. ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈക്വൽസ് ടു 24. നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 24 മൈനസ് 4 പ്ലസ് 11 ഈക്വൽസ് ടു 24 മൈനസ് 4 പ്ലസ് 11 is 15 equals to 9. Therefore, the probability of ball is white equals to number of white balls by total number of balls equals to 9 by 24. 9 3 times, 24 3 8 times, 3 by 8. Option B is the correct answer. മനസ്സിലായല്ലോ? 3 coins are tossed together. The probability of getting exactly one tail is, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1 tail ആണ്. പോസിബിൾ ഔട്ട്കംസ് ആർ HHH, HHT, HTH, HTT, THH, THT, TTH, TTT. എത്രയും ഔട്ട്കംസ് ആണുള്ളത്? നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഈക്വൽസ് ടു, ഇവിടെ എത്ര ഔട്ട്കംസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 1 2 3 4 5 6 7 8. ഇനി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഈക്വൽസ് ടു, നമുക്ക് ആവശ്യമുള്ളത് എക്സാക്ട്ലി 1 tail മാത്രമായിട്ടുള്ള ഔട്ട്കംസ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ടെയിൽ ഇല്ല. ഇവിടെ 1 tail, ഇവിടെ 1 tail, ഇവിടെ 2 tails ഉണ്ട്. ഇതിലും 1 tail ആണ്. ഇവിടെ 2 tails, ഇവിടെ 2 tails, ഇവിടെ 3 tails. നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് ആയിട്ട് 3 ഔട്ട്കംസ് ആണ് കിട്ടിയിട്ടുള്ളത്. എക്സാക്ട്ലി 1 tail കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Therefore, probability equals to number of favorable outcomes 3 by number of possible outcomes 8. 3 by 8. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 2 dice are rolled together. Find the probability of getting a multiple of 2 on one and a multiple of 3 on the other die. The product of 2 numbers on the top of the 2 dice is a perfect square number. ഇത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മൾട്ടിപ്പിൾ ഓഫ് 2 on one and a multiple of 3 on the other die. സെയിം ടൈമിൽ റോൾ ചെയ്യുന്ന 2 ഡൈസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഈക്വൽസ് ടു 6 സ്ക്വയർ, ദാറ്റ് ഈസ് 36. ഇവിടെ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം multiple of 2 on one and a multiple of 3 on the other die. So favorable outcomes are 2 3 3 2, 2 6 and 6 2, 4 3 3 4, 4 6 6 4, 6 3 3 6 and 6 6. Therefore required probability equals to number of favorable outcomes 1 2 3 4 5 6 7 8 9 10 11 by total number of outcomes 36. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. The product of 2 numbers on the top of the 2 dice is a perfect square number. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 36 തന്നെയാണ്. ഫേവറബിൾ ഔട്ട്കംസ് ഈക്വൽസ് ടു, രണ്ട് ഡൈസിലും ടോപ്പിൽ വരുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. അങ്ങനെയുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
1 1 2 2 3 3 4 4 5 5 6 6. ഇനി 1 4 4 1 എത്രയാണ് രണ്ട് നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്ന ഔട്ട്കംസ് വരുന്നത്. Therefore, required probability equals to number of favorable outcomes by total number of outcomes. Number of favorable outcomes is 1 2 3 4 5 6 7 8 by total number of outcomes 36. Simplify ചെയ്യാം. 8 4 2 times, 36 4 9 times, 2 by 9. ഇതാണ് നമ്മുടെ ആൻസർ. ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ് refers to any teaching methodology that makes use of computers for information transmission. At an elementary school level, computer application can be used to display multimedia lesson plans. A survey was done on 1,000 elementary and secondary schools of Assam, and they were classified by the number of computers they had. ഇത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ടേബിളിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യണം. ടേബിളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, നമ്പർ ഓഫ് സ്കൂൾസ്. 1 to 10 കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് 250 സ്കൂൾസിലാണ്. 11 to 20 കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് 200 സ്കൂൾസിലാണ്. 21 to 50 കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് 290 സ്കൂൾസിലാണ്. 51 to 100 കമ്പ്യൂട്ടേഴ്സ് 180 സ്കൂൾസിലുണ്ട്. 101 and more കമ്പ്യൂട്ടേഴ്സ് 80 സ്കൂൾസിലുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്കൂൾസ് 1000 ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്കൂൾ ചൂസൺ അറ്റ് റാൻഡം ഹാസ് more than 100 computers. more than 100 computers ഉള്ളത് 80 സ്കൂൾസിലാണ്. അതിൻ്റെ പ്രോബബിലിറ്റി കാണാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്കൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 80 by 1000 എന്ന് കിട്ടും. ഈ രണ്ട് സീറോസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 by 100 that is 0.08. Find the probability that the school chosen at random has 50 or fewer computers. ഇപ്പോൾ 50യോ അതിൽ കുറവോ കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് എത്ര സ്കൂൾസിലാണെന്ന് നോക്കാം. 250 സ്കൂൾസിൽ 1 to 10 കമ്പ്യൂട്ടേഴ്സ് ആണുള്ളത്. പിന്നെ 200 സ്കൂൾസിൽ 11 to 20 ആണ്. പ്ലസ് 21 to 50 കമ്പ്യൂട്ടേഴ്സ് ആണ് 290 സ്കൂൾസിലുള്ളത്. ഹോൾ ഡിവൈഡഡ് ബൈ 1000. 250 plus 200 plus 290 is 740 by 1000. ഈ രണ്ട് സീറോസും ക്യാൻസൽ ചെയ്യാം. 74 by 100 equals to 0.74. ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് നോക്കാം നമുക്ക്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്കൂൾ ചൂസൺ അറ്റ് ദ റാൻഡം ഹാസ് നോ മോർ ദാൻ 20 കമ്പ്യൂട്ടേഴ്സ്. 20 കമ്പ്യൂട്ടേഴ്സിലും കൂടുതലില്ലാത്തത് എത്ര സ്കൂൾസിലാണ്? 250 സ്കൂൾസിൽ 1 to 10 കമ്പ്യൂട്ടേഴ്സ് ആണുള്ളത്. പിന്നെ 200 സ്കൂൾസിൽ 11 to 20 കമ്പ്യൂട്ടേഴ്സും. 200 കൂടെ ഇതിൽ എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ 1000 ഈക്വൽസ് ടു 450 ഡിവൈഡഡ് ബൈ 1000. ഈ രണ്ട് സീറോസും കട്ട് ചെയ്യാം. 45 by 100 ഈക്വൽസ് ടു 0.45. ഇനി ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്കൂൾ ചോസൺ അറ്റ് റാൻഡം ഹാസ് 10 or less than 10 computers. 10ഓ 10ൽ കുറവോ കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് 250 സ്കൂൾസിലാണ്. ഡിവൈഡഡ് ബൈ 1000. ഈ രണ്ട് സീറോസും ക്യാൻസൽ ആവും. 25 by 100 ഈക്വൽസ് ടു 0.25. ഇതാണ് നമ്മുടെ ആൻസർ. ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. For a recent year, 51% of the families in the US had no children under the age 18. 20% had one child. 19% had two children. 7% had three children, and 3% had four children. If a family is selected at random, find the probability that the family has 2 or 3 children, more than one child, less than 3 children, based on the answers to parts A, B, and C, which is most likely to occur. Explain why. ഇത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിട്ടുള്ള സർവേ റിപ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആൻസർ ചെയ്യാം. പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് 51% ഓഫ് ഫാമിലീസിൽ നോ ചിൽഡ്രൻ, 20% ഓഫ് ഫാമിലിയിൽ 1 ചൈൽഡ്, 19% ഓഫ് ഫാമിലിയിൽ 2 ചിൽഡ്രൻ, 7% 3 ചിൽഡ്രൻ, ആൻഡ് 3% 4 ചിൽഡ്രൻ. ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതാം.
First question, probability of 2 or 3 children. 2 children 19% plus 3 children 7% divided by 100 equals to 19 plus 7 is 26 by 100. Now, അടുത്ത question, probability of more than one child equals to ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള ഫാമിലീസിന്റെ പ്രോബബിലിറ്റിയാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ 2 ചിൽഡ്രൻ ഉള്ളത് 19% പ്ലസ് 3 ചിൽഡ്രൻ 7% പ്ലസ് 4 ചിൽഡ്രൻ 3% ഹോൾ ഡിവൈഡഡ് ബൈ 100 ഈക്വൽസ് ടു 19 പ്ലസ് 7 പ്ലസ് 3 ഈസ് 29 ബൈ 100. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ 3 ചിൽഡ്രൻ ഈക്വൽസ് ടു ലെസ് ദാൻ 3 ചിൽഡ്രൻ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ചിൽഡ്രൻ ഉള്ളത് 19% പ്ലസ് 1 ചൈൽഡ് ഈസ് 20% പ്ലസ് നോ ചിൽഡ്രൻ ഈസ് 51% ഹോൾ ഡിവൈഡഡ് ബൈ 100 ഈക്വൽസ് ടു 19 പ്ലസ് 20 പ്ലസ് 51 ഈസ് 90 by 100. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, based on the answers to parts A, B and C, which is most likely to occur, explain why. ഈ പ്രോബബിലിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഒക്കർ ആവുന്ന പ്രോബബിലിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 2 or 3 ചിൽഡ്രൻ 26 by 100 ആണ് കിട്ടിയിട്ടുള്ളത്. മോർ ദാൻ 1 ചൈൽഡ് 29 by 100 ആൻഡ് ലെസ് ദാൻ 3 ചിൽഡ്രൻ 90 by 100 ആണ്. ഹയസ്റ്റ് പ്രോബബിലിറ്റി ഉള്ളത് ലെസ് ദാൻ 3 ചിൽഡ്രൻ ആണ്. The event part C is most likely to happen since it has the highest probability of occurrence. ഇതാണ് നമ്മുടെ ആൻസർ. The median and mode of a frequency distribution are 26 and 29 respectively. Then the mean is, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് മീഡിയനും മോഡും ആണ് തന്നിട്ടുള്ളത്. മീഡിയൻ ഈക്വൽസ് ടു 26, മോഡ് ഈക്വൽസ് ടു 29. ഇത് രണ്ടും യൂസ് ചെയ്ത് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്ക് 3 മീഡിയൻ ഈക്വൽസ് ടു മോഡ് പ്ലസ് 2 മീൻ എന്ന ഫോർമുല യൂസ് ചെയ്യാം. ഈ വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ഇൻറ്റു 26 ഈക്വൽസ് ടു 29 പ്ലസ് 2 മീൻ. 3 ഇൻറ്റു 26 is 78. 29 LHSലോട്ട് വരുമ്പോൾ മൈനസ് 29 ആവും ഈക്വൽസ് ടു 2 മീൻ. 78 minus 29 is 49 equals to 2 mean. Mean equals to 49 by 2, that is 24.5. Option B is the right answer. If the arithmetic mean of the first n natural numbers is 15, then n is, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Mean equals to sum of all numbers divided by total number of observations. Sum of all numbers equals to n into n plus 1 by 2. Total number of observations equals to n. Mean 15 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Mean equals to 15. So 15 equals to sum of all numbers is n into n plus 1 by 2 whole divided by total number of observations n ആണ്. That's equals to n into n plus 1 by 2n. ഈ രണ്ട് n ക്യാൻസൽ ആവും. n plus 1 by 2. 15 equals to n plus 1 by 2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 15 into 2 equals to n plus 1. 30 equals to n plus 1. n equals to 30 minus 1 equals to 29. Option D is the right answer. Find the mode for the following frequency distribution. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ മോഡാണ് കണ്ടുപിടിക്കേണ്ടത്. മോഡ് ഈക്വൽസ് ടു L പ്ലസ് F1 മൈനസ് F0 by 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H. ഈ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ മോഡൽ ക്ലാസ് 60 to 80 ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി 12 ആണ്. അതായിരിക്കും മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ് ഈക്വൽസ് ടു 60 to 80. മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് L, that is 60. Class size H. Upper limit minus lower limit, that is 80 minus 60 equals to 20. F1 is the highest frequency, that is 12. F0 equals to the preceding frequency, that is 10. F2 is the succeeding frequency, that is 6. ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L is 60,
plus f1 is 12 minus f0 is 10 whole divided by 2 into 12 minus 10 f2 is 6 into h is 20. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. 60 plus 12 minus 10 is 2 by 2 into 12 is 24 minus 10 minus 6 is minus 16 into 20 equals to 60 plus 2 by 24 minus 16 is 8 into 20. 2 will 2 1 time, 8 will 2 4 times, 20 will 4 5 times, 4 will 4 1 time. 60 plus 1 into 5 is 5, and 65 is the mode of this frequency distribution. 30 women were examined in a hospital by a doctor, and the number of heartbeats per minute was recorded and summarized as follows. Find the mean heartbeats per minute for these women choosing a suitable method. ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. മീൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എക്സ് ബാർ ഈക്വൽസ് ടു എ പ്ലസ് സമേഷൻ ഓഫ് എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ സമേഷൻ ഓഫ് എഫ് ഐ ഇൻറ്റു എച്ച്. എ കണ്ടുപിടിക്കണം, സമേഷൻ ഓഫ് എഫ് ഐ യു ഐ കണ്ടുപിടിക്കണം, സമേഷൻ ഓഫ് എഫ് ഐ കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് എക്സ് ഐയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താലാണ് എക്സ് ഐ കിട്ടുന്നത്. ഓരോന്നായിട്ട് ചെയ്യാം നമുക്ക്. 65 പ്ലസ് 68 ബൈ 2 ഈക്വൽസ് ടു 65 പ്ലസ് 68 is 133 by 2 equals to 66.5. ഇനി അടുത്തത് 68 പ്ലസ് 71 by 2 equals to 139 by 2 equals to 69.5. ഇനി അടുത്തത് 71 plus 74 by 2 equals to 145 by 2 equals to 72.5. 74 plus 77 by 2 equals to 151 by 2 is 75.5. 77 plus 80 by 2 equals to 157 by 2 equals to 78.5. 80 plus 83 by 2 equals to 163 by 2 equals to 81.5. 83 plus 86 by 2 equals to 169 by 2 equals to 84.5. ഇനി നമുക്ക് ഈ ടേബിളിലോട്ട് അതെല്ലാം എഴുതി കൊടുക്കാം. 66.5, 69.5, 72.5, 75.5, 78.5, 81.5, 84.5. ഇനി ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് അസ്യൂംഡ് മീൻ വേണം. അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് ഇവിടെ മിഡിലിൽ വരുന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് 1 2 3 4 1 2 3 4 75.5 ആണ് അസ്യൂംഡ് മീൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡീവിയേഷൻ ഈക്വൽസ് ടു എക്സ് ഐ മൈനസ് എ. അപ്പോൾ ഈ എക്സ് ഐയിൽ നിന്ന് നമുക്ക് ഈ 75.5 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം അസ്യൂംഡ് മീൻ എ ഈക്വൽസ് ടു 75.5, 66.5 minus 75.5, 69.5 minus 75.5, 72.5 minus 75.5, 75.5 minus 75.5, 78.5 minus 75.5, 81.5 minus 75.5, 84.5 മൈനസ് 75.5. ഓരോന്നിൻ്റെയും ആൻസർ എഴുതാം. ഇവിടെ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -9 എന്നാണ് കിട്ടുന്നത്. ഇവിടെ -6, -3, 0, 3, 6, 9. ഇനി യു ഐ കണ്ടുപിടിക്കാനായിട്ട് DI/H ചെയ്യാം. H ഈസ് ക്ലാസ് സൈസ്, ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ അത് എഴുതാം നമുക്ക്. ക്ലാസ് സൈസ് H ഈക്വൽസ് ടു upper limit minus lower limit equals to 3. ഇവിടെ നമുക്കത് അപ്ലൈ ചെയ്യാം. ഇവിടെ -9 ആണ് DI കിട്ടിയിട്ടുള്ളത്. -9/3, -6/3, -3/3, 0/3, 3/3, 6/3, 9/3. -9/3 is -3,
ഇവിടെ -2, -1, 0, 1, 2, 3. ഇനി നമുക്ക് FI UI ചെയ്യാം. FI is 2 into -3 equals to -6. 4 into -2 is -8. 3 into -1 is -3. 8 into 0 is 0. 7 into 1 is 7. 4 into 2 is 8. 2 into 3 is 6. Summation of FI equals to 2 plus 4 plus 3 plus 8 plus 7 plus 4 plus 2 is 30. Summation of FI UI equals to -6 plus -8 plus -3 plus 0 plus 7 plus 8 plus 6 is 4. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Summation of FI equals to 30. Summation of FI UI equals to 4. Therefore, mean X bar equals to A plus summation of FI UI by summation of FI into H. എല്ലാ വാല്യൂസും ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ assumed mean is A, that is 75.5, plus summation of FI UI is 4 by summation of FI is 30 into H is 3. നമുക്കതെല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 3ൽ 3 1 ടൈം, 3ൽ 3 1 ടൈം, 0 അങ്ങോട്ട് എഴുതാം. ഈക്വൽസ് ടു 75.5 പ്ലസ് 4/10 ഈസ് 0.4. ദാറ്റ്സ് ഈക്വൽസ് ടു രണ്ടും കൂടെ ആഡ് ചെയ്യാം 75.9. Hence the mean heartbeat per minute for these women is 75.9. മനസ്സിലായല്ലോ. ഫൈൻഡ് ദ മീൻ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഫോർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസ് തന്നിട്ടുള്ളത് 0 and above, 10 and above, 20 and above അങ്ങനെയാണ്. അപ്പോൾ അത് 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ അങ്ങനെയുള്ള ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ട് എഴുതണം. ഇവിടെ 0 and above എന്നത് നമുക്ക് 0 to 10 എന്ന് എഴുതാം. 10 and above 10 to 20, 20 and above 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100, 100 to 110. ഇനി ഇതിൻ്റെ എല്ലാം മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് xi ഈക്വൽസ് ടു ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. 0 plus 10 by 2 equals to 10 by 2 is 5. 10 plus 20 by 2 equals to 30 by 2 equals to 15. 20 plus 30 by 2 equals to 50 by 2 is 25. 30 plus 40 by 2 equals to 70 by 2 is 35. 40 plus 50 by 2 equals to 90 by 2 is 45. 50 plus 60 by 2 equals to 110 by 2 is 55. 60 plus 70 by 2 equals to 130 by 2 equals to 65. 70 plus 80 by 2 equals to 150 by 2 is 75. 80 plus 90 by 2 equals to 170 by 2 is 85. 90 plus 100 by 2 equals to 190 by 2 is 95. 100 plus 110 by 2 equals to 210 by 2 equals to 105. അപ്പോൾ ഈ എക്സ് എല്ലാം നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 5, 15, 25, 35, 45, 55, 65, 75, 85, 95, 105. FI കണ്ടുപിടിക്കാം. 80 minus 77 equals to 3. 77 minus 72 equals to 5. 72 minus 65 equals to 7. ഇനി 65 minus 55 equals to 10. 55 minus 43 equals to 12. 43 minus 28 equals to 16. 28 minus 16 equals to 12. 16 minus 10 equals to 6. 10 minus 8 equals to 2. 8 minus 0 equals to
8 ഈ 0 ഇങ്ങനെ തന്നെ എഴുതാം. അടുത്തത് FI XI 5 into 3 15 15 into 5 75 25 into 7 175 35 into 10 350 45 into 12 540 55 into 16 equals to 825 65 into 12 780 75 into 6 450 85 into 2 170 95 into 8 760 105 into 0 0. ഈ വാല്യൂസ് എല്ലാം യൂസ് ചെയ്തിട്ട് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് എക്സ് ബാർ ഈക്വൽസ് ടു സമ്മേഷൻ ഓഫ് XI FI by summation of FI. Summation of XI FI equals to നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4140 എന്നാണ് കിട്ടുന്നത്. ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 എന്ന് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Summation of XI FI is 4140 by summation of FI is 80 0 0 cancel 4 2 2 times 1 2 illa 0 14 2 7 times 8 2 4 times 207 by 4 equals to 51.75. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.